എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു രേണുസുതി ബിഗ് ബോസിൽ ഉണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ ആ ആകാംക്ഷയുടെ മുൾമുന മാറ്റിയിരിക്കുകയാണ്. രേണുസുതി ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. അതാ എത്തിയിരിക്കുന്നു, കടന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാരികയുമുണ്ട്. രേണുസുതി കയറി വരുമ്പോൾ തന്നെ രേണുസുതി പറയുന്നത്, സുധിച്ചേട്ടാ ഞാൻ വന്നിട്ടുണ്ട് എന്ന് ആകാശത്തേക്ക് നോക്കി പറയുന്ന ഒരു രംഗമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി. അതേസമയം തന്നെ അങ്ങനെ കളിച്ച് എവിടെ എത്തി? ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലേക്ക് കാലെടുത്ത് വെച്ച് രേണുസുതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്ന് നെഗറ്റീവ്സിനെ അതിജീവിച്ച് ബിഗ് ബോസിലെത്തി. പിന്നെ ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് നെഗറ്റീവ്സ് ഉള്ളവരെ അവരെടുക്കും, പോസിറ്റീവ് ഉള്ളവരെ എടുക്കും. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ എങ്ങനെ തുലനം ചെയ്ത് പോകാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ തന്ത്രം അതാണല്ലോ. അപ്പോൾ രേണുസുതി ഇനിയും ഇതിനകത്ത് എങ്ങനെ കളിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രേണുസുതി അതിസുന്ദരിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ രസകരമായ സാരിയൊക്കെ ഉടുത്ത് നല്ല മനോഹരമായിട്ടാണ് അവിടെ വന്ന് എത്തിയേക്കുന്നത്. കൈയൊക്കെ ആകാശത്തേക്ക് പൊക്കി ആണ് രേണുസുതി സുധിച്ചേട്ടനെ വിളിച്ച് കയറുന്നത്. ആ ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ശാരിക ബിഗ് ബോസിലുണ്ട്. ശാരികയും രേണുവും തമ്മിലുള്ള കളി എങ്ങനെയായിരിക്കാം എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതായത് ശാരികയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് രേണുവിനെ സൈഡ് പിടിച്ചായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പുറമേ സോപ്പിട്ട് കുളിപ്പിച്ച് അങ്ങനെ ശാരിക ബിഗ് ബോസിലെത്തി. രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്തും രേണു എന്ത് തെറ്റ് കാണിച്ചാലും ശാരിക അതിനെല്ലാം സപ്പോർട്ടായിരുന്നു. ശാരിക പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൂടെ ദേഷ്യമായിരുന്നു. അത്രമാത്രം ശാരിക ഒരു കള്ള സപ്പോർട്ട് ചെയ്ത് അവസാനം എവിടെയോ എത്തിപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും വൈറലാകാതിരുന്ന താരമായിരുന്നു ശാരിക.